ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ അതിർത്തി ഏകദേശം ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. പക്ഷേ അതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക മധ്യസ്ഥം വഹിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇന്ത്യ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റിന് എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ കാര്യം എന്നൊരു ചർച്ച വീണ്ടും അന്തരീക്ഷത്തിലുണ്ട്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ നാണമില്ലാത്തവൻ്റെ എവിടേക്കോ ആല് കിളുത്താൽ അതും തണൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ അവസ്ഥ. ഇന്ത്യ പലവട്ടം നിഷേധിച്ചു, ഇന്ത്യക്ക് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല, അങ്ങനൊരു മധ്യസ്ഥനെ അനുവദിക്കുന്ന പാരമ്പര്യം ഇന്ത്യക്കില്ല എന്നുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം നേരിട്ട് ട്രംപിനോട് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം ഈ അസീം മുനീർ, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി, ഫീൽഡ് മാർഷൽ, അമേരിക്കയിൽ സന്ദർശനത്തിന് ചെന്നപ്പോൾ അതിനുശേഷം ട്രംപ് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് 2 സ്മാർട്ടായിട്ടുള്ള നേതാക്കന്മാർ, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും 2 നേതാക്കന്മാർ ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് തീരുമാനമെടുത്തു. 2 രാജ്യങ്ങളും വളരെ ശക്തമായ രാജ്യങ്ങളാണ്, 2 രാജ്യങ്ങളും ആറ്റോമിക് രാജ്യങ്ങളാണ്. അവർ ഉചിതമായൊരു തീരുമാനമെടുത്തു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് എനിക്കതിൽ റോളില്ല, 2 രാജ്യത്തിൻ്റെ നേതാക്കന്മാർ തമ്മിൽ ആണ് അതിൽ തീരുമാനമെടുത്തതെന്നാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ട്രംപ് സ്വിച്ച് ഇട്ട പോലെ ഇപ്പോൾ നിലപാട് വീണ്ടും മാറ്റി. ട്രംപിൻ്റെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ട് ട്വിറ്ററിൽ. അതിൽ അയാൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നതാണ്, ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് ചമയലൊക്കെ അതിൻ്റെ പിന്നിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. ഈ വർഷത്തെ നോബൽ പ്രൈസിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ട്രംപിന് എങ്ങനെയെങ്കിലും കിട്ടണം. അതിനുവേണ്ടിയുള്ള കിണഞ്ഞ് പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മധ്യസ്ഥ വേഷം സ്വയം എടുത്ത് അണിയുന്നതൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പരിവേദനം പങ്കുവെക്കുകയാണ് ഇപ്പോൾ ട്വിറ്ററിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, വി won't be honored with a Nobel Prize for stopping a possible war between India and Pakistan. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു യുദ്ധം അവസാനിച്ചതിൻ്റെ പേരിൽ ഒരു നോബൽ പ്രൈസ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതുമാത്രമല്ല, അതിനുശേഷം വേറെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് സെർബിയയും കൊസോവയും തമ്മിലുള്ള യുദ്ധവും ഞാൻ വേണ്ടെന്ന് വെപ്പിച്ചു, അതിനും എനിക്കൊരു നോബൽ പ്രൈസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈജിപ്തും എത്യോപ്യയും തമ്മിലൊരു യുദ്ധം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു, അതിലും എനിക്കൊരു നോബൽ പ്രൈസ് കിട്ടുമെന്നുള്ള സാധ്യതയില്ല. പിന്നെ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ 2020 സെപ്റ്റംബർ 15 ഒരു കരാർ ഒപ്പിട്ടിരുന്നു. അപ്പോൾ ആ കരാറിൻ്റെ പേരിൽ, അതായത് ഇസ്രയേലും UAEയും ബഹ്റൈനുമാണ് ആ കരാറിലെ കക്ഷികൾ. അപ്പോൾ നേരത്തെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇസ്രയേലുമായിട്ട് അത്ര സുഖകരമായൊരു ബന്ധമായിരുന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പര സഹകരണം, അത് ചരിത്രപരമായൊരു നീക്കമാണ്. അപ്പോൾ അതിൻ്റെ പേരിലും എനിക്ക് ഒരു എന്താ പറയുക നോബൽ പ്രൈസ് കിട്ടില്ല. അങ്ങനെ വിലാപങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ്. അപ്പോൾ നോ, ഐ വോണ്ട് ഗെറ്റ് എ നോബൽ പ്രൈസ് നോ മാറ്റർ വാട്ട് ഐ ഡു, ഇൻക്ലൂഡിങ് റഷ്യ, ഉക്രൈൻ ആൻഡ് ഇസ്രയേൽ, ഇറാൻ, വാട്ട് എവർ ദോസ് ഔട്ട്കംസ് മേ ബി, ബട്ട് ദ പീപ്പിൾ നോ ആൻഡ് ദാറ്റ്സ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് ടു മീ. അതായത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും ഞാൻ ഇടപെടുന്നുണ്ട്, ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലും ഇടപെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഈ തരത്തിൽ എനിക്ക് ഗുണകരമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ നാട്ടുകാർക്ക് ഇതെല്ലാം അറിയാം, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം എന്നാണ് പറയുന്നത്. ഇനി ഈ ട്രംപ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വീറ്റ് ഇടാൻ കാരണമുണ്ട്. അതായത് കോങ്കോയും റുവാണ്ടയും 2 ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, അവർ തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. അത് ഈ ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ പരിഹരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആഫ്രിക്കയ്ക്കും അതേപോലെ തന്നെ ലോകത്തിനും ഇത് വലിയ മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത്, നല്ലൊരു ദിവസമാണ്. ഇതിനും എനിക്ക് നോബൽ പ്രൈസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ട്രംപിൻ്റെ വിലാപം. അതായത് പപ്പടം ചെറുത് വേണോ അതോ വലുത് മതിയോ, ആ ഒരു ലൈനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് പുള്ളിയുടെ അവകാശവാദം നിരത്തുകയാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്തു, പക്ഷേ ഇതിൻ്റെ പേരിലൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിനിടയിൽ വേറൊരു സംഗതി ഉണ്ടായി. പാകിസ്ഥാൻ 2026 സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടിയുള്ള നോമിനേഷനുകളിൽ ട്രംപിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായി പറയുന്ന ട്രംപിൻ്റെ ഇത്തരം ഇടപാടുകളും പിന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൽ അദ്ദേഹം ഇടപെട്ടു, പ്രശ്നം പരിഹാരത്തിന് ഇടപെട്ടു എന്ന കാരണത്താൽ പാകിസ്ഥാൻ ഇദ്ദേഹത്തിന് സമാധാന നോബൽ പ്രൈസിനുള്ള നോമിനേഷനിൽ ഇവർ പിന്തുണച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്.
അതായത് മികച്ച ഹാസ്യ കഥാപാത്രത്തിനുള്ള അത്തരം സംഗതികളൊക്കെ വേണം. ഇനി ഈ ട്രംപ് പറയുന്ന ഈ അവകാശവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ നോക്കേണ്ടത്. അക്ഷരാർത്ഥത്തിലില്ല. കാര്യം ഇന്ത്യ നൂർഖാൻ എയർബേസും അതേപോലെ തന്ത്രപ്രധാന എയർബേസുകളും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ തകർത്ത സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ മെയ് 9 പുലർച്ചെ 2:30 ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി പാകിസ്ഥാനിൽ. അന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ഇന്ത്യക്ക് വലിയ രീതിയിൽ ആക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാൻ്റെ പദ്ധതി. പക്ഷേ പുലർച്ചെ 2:30 ഇന്ത്യ അവരുടെ പ്രതീക്ഷകൾ തകിടം മറിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. അപ്പോൾ ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാന് ശേഷിയില്ലാത്ത അവസ്ഥ വന്നു. ഇനിയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ പാകിസ്ഥാൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ അവർക്ക് ഇനി യുദ്ധം നടത്തിയിട്ട് കാര്യമില്ല, ഇന്ത്യയെ അനുനയിപ്പിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അതിനു മുമ്പേ തന്നെ അവർ ഇന്ത്യയെ അനുനയിപ്പിക്കാനായിട്ട് അമേരിക്കയുടെയും സൗദി രാജകുമാരൻ്റെയൊക്കെ സഹായം തേടിയിരുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇവർ ഇത്തരത്തിൽ സൈനികമായി ദുർബലപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയോട് അനുനയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അവിടുത്തെ DGMO, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, സർവ്വസൈന്യാധിപൻ എന്ന് വേണമെങ്കിൽ പറയാം, അയാൾ ഇന്ത്യയുടെ DGMOനെ ഫോണിൽ വിളിച്ചു. ഇവർ തമ്മിൽ ഈ ഹോട്ട് ലൈൻ ബന്ധങ്ങളുണ്ട്. എത്ര വലിയ സംഘർഷം ഉണ്ടാകുമ്പോഴും രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായി ബന്ധപ്പെടാനുള്ള സംവിധാനത്തിനെയാണ് ഹോട്ട് ലൈൻ എന്ന് പറയുക. ഒരു ഡെഡിക്കേറ്റഡ് ഫോൺ ലൈൻ സർവീസാണ്. അപ്പോൾ ഇന്ത്യയുടെ DGMO അപ്പോൾ രാവിലെ 11:30 വിളിക്കുന്നത്. ആ സമയത്ത് ചില ചർച്ചകളുടെ ഭാഗമായിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഫോണിൽ കിട്ടിയില്ല. 12:30 വീണ്ടും വിളിച്ചു. അപ്പോൾ ഇന്ത്യയുടെ DGMO ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു അവലോകന യോഗത്തിലായിരുന്നു, ഔദ്യോഗിക തിരക്കുകളിലായിരുന്നു. അപ്പോഴും കിട്ടിയില്ല. ഉച്ചയ്ക്ക് 2:30 ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ DGMOമാർ ചർച്ച നടത്തുന്നത്, വെടിനിർത്തൽ സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും ധാരണയാകുന്നത്. ഇതിന് ശേഷം അന്നേ ദിവസം വൈകിട്ട് 5:30 ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ട്രംപ് ട്വീറ്റ് ചെയ്യുന്നത്. എൻ്റെ മീഡിയേഷനിൽ, അതായത് ട്രംപിൻ്റെ അവകാശവാദം ഇങ്ങനെയാണ്: രണ്ട് രാജ്യങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചു, വെടിനിർത്തലിന് സമ്മതിക്കുകയാണെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള വലിയ വ്യാപാര കരാറുകളാണ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ് വെച്ച് ഈ വ്യാപാരത്തിൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിന് സന്നദ്ധമായി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ആ സമയത്ത് ഇന്ത്യ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തിയില്ല. അപ്പോൾ ലോകമാധ്യമങ്ങളും ഇന്ത്യയിലെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷം അടക്കം ട്രംപിൻ്റെ ഈ വാദമാണ് അങ്ങ് ഏറ്റെടുത്തത്. ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറായി എന്ന തരത്തിൽ. പക്ഷേ ഇത് വലിയ ഗുരുതരമായ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യയിലുണ്ടാക്കി. കാര്യം ഇന്ത്യയുടെ പ്രഖ്യാപിത നയം ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉഭയകക്ഷി പ്രശ്നമാണ്, അതിൽ ഒരു മധ്യസ്ഥൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെടാൻ സമ്മതിക്കുകയില്ല. അത് ഇപ്പോൾ BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ഭരിക്കുമ്പോൾ ഈ ഒരു സമീപനമാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നു. അതിനുശേഷമാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിശദീകരണം കൊടുത്തത്. ആ വിശദീകരണത്തിലാണ് ഈ DGMOമാരുടെ ചർച്ചയും അതിൻ്റെ ടൈം ലൈനും അടക്കം ഇന്ത്യ പുറത്തുവിട്ടത്. അപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം കൃത്യമായി പറയുകയും ചെയ്തു. ഇത് പോരാത്തതിന് പ്രധാനമന്ത്രി മോദി തന്നെ ട്രംപിനോട് ഇക്കാര്യം ഫോണിൽ സംസാരിക്കുകയും ഇത്തരത്തിലൊരു മധ്യസ്ഥൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന തരത്തിൽ കൃത്യമായ മറുപടി ട്രംപിന് കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഉളുപ്പില്ലാത്തവനെന്തും പറയാമല്ലോ, പറയട്ടെ.